വിതുര മാങ്കാലിയിലെ ജനങ്ങൾ ഭീതിയിലാണ്. വന്യമൃഗശല്യങ്ങൾ രൂക്ഷമായതോടെ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയാണ്. വനംവകുപ്പ് ഇനിയും അനാസ്ഥ തുടർന്നാൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ ഈ കാണുന്ന വഴിയാണ് ഇങ്ങോട്ടേക്ക് ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് തൊട്ടുപുറത്തായി ഈ ജനവാസ മേഖലയാണ്. സമീപത്തെ ഒട്ടനവധി വീടുകളുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടേക്കാണ് ഈ കാട്ടാനകൾ വനത്തിൽ നിന്ന് നേരെ എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കൃഷി നശിപ്പിക്കലാണ് ആനയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. വീടുകളിലേക്ക് എത്തുക, വീടിന് സമീപത്ത് നിൽക്കുന്ന പ്ലാവുകൾ ഇപ്പോൾ ചക്ക സീസൺ, അപ്പോൾ ചക്കകൾ കഴിക്കുക, പിന്നീട് ഇവരുടെ വാഴത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങി വാഴകളൊക്കെ നശിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഒരു പതിവ് കാഴ്ച മാറിയിരിക്കുന്നത്. ചേട്ടാ, ഇതിപ്പോൾ ഈ ഒരു വഴിയാണല്ലേ ആന ഇങ്ങോട്ടേക്ക് എത്തുന്നത്? ഇതുവഴിയാണ് വരുന്നത്. ഇതുവഴി കയറി നേരെ ഞാൻ അവിടെ കയറുന്നിട്ട് അതുവഴി കയറിയാണ് ഈ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കയറി അപ്പുറത്തെ റോഡ് ഇറങ്ങുന്നത്. റോഡ് ഇറങ്ങി അവിടെയുള്ള കൃഷികൾ നല്ല പ്ലാവ്, ഇതെല്ലാം ഇത് ചക്കവറുപ്പ്, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം. മെനങ്ങാന്ന് രാത്രിയും ഇതായിരുന്നു. ഞങ്ങൾ RRT വിളിച്ചിട്ട് പോലും അവർ വന്നില്ല. സാധാരണ ഇതിരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് SI സംസാരിച്ച് റേഞ്ചറെ ഞങ്ങൾ റേഞ്ച് ഓഫീസറെ നേരിട്ട് കണക്ട് ചെയ്തു തന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞു. ആനയെല്ലാം കയറ്റി വിട്ടതിന് ശേഷം അവർ 12 ആയപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ ആ കളിയൊക്കെ പോകുന്ന റോഡ് അവിടെയൊക്കെ പോയിട്ട് ഉടനെ തിരിച്ച് മടങ്ങിപ്പോയി. ഇപ്പോൾ നിങ്ങൾ ആന എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിനെ ഓട്ടിക്കാൻ വേണ്ടി? ഓട്ടിക്കാൻ ഞങ്ങൾ പടക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ മൊത്തം ഇറങ്ങി മൊത്തം റൗണ്ട് ചെയ്ത് മൊത്തം ഓട്ടിക്കുന്നതാണ് ഇപ്പോൾ. ഒരു ആനയാണോ ഈ പ്രദേശത്ത് ഇറങ്ങുന്നത്? അതോ ഒരു ആന തന്നെയാണ്. അതിപ്പം സ്ഥിരമായി ഇപ്പോൾ 3-4 പ്രാവശ്യമായി അത് വന്നിട്ടെന്ന് പറയുന്നത് പോണ സാധനമല്ല. അത് മേഴ ആനയാണ്. ഒരു വലിയ ആന എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ നോക്കത്താത്ത അത്രയും ഹൈറ്റുള്ളൊരു ആനയാണ്. അപ്പോൾ ഞങ്ങൾ നിത്യം ഇതൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിയിൽ അവരെന്തെങ്കിലും ഇതിനൊരു വഴി കാണണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം. ഞങ്ങൾ വയനാട് പോലെ ആഗ്രഹം നടന്നു പോകാനുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറ്റ് സമരത്തിനോ ഫോറസ്റ്റ് ഓഫീസിൽ പോയി പിക്കറ്റ് ചെയ്യാനോ അതിന് നമ്മൾ തയ്യാറാവുന്നില്ല. പക്ഷേ അങ്ങനെ വേണ്ടി വന്നാൽ ഇനി ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യും. അതിന് ഫോറസ്റ്റുകാരിന് എന്ത് നടപടി എടുത്താലും ശരി. അങ്ങനെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം വന്നാൽ ഈ ഫോറസ്റ്റുകാർ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതായത് ഇവർ പറയുന്നത് വയനാടൊക്കെ സംഭവിക്കുന്നത് പോലെ ഒരാളുടെ ജീവൻ നഷ്ടമായതിനു ശേഷമല്ല അധികൃതരുടെ ഇടപെടൽ ആവശ്യമായുള്ളത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസങ്ങളായാണ് ഈ കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇടപെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായി ഇവിടെ ആന ജനവാസ മേഖലയിലേക്ക് കയറാതിരിക്കാനുള്ള ശ്രമങ്ങൾ എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തെന്ന് പറയുന്നത് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചാണ്, വനമേഖലയാണ്. അവിടെ നിന്ന് പിന്നീട് ഒരു റോഡുണ്ട്. ആ റോഡും ക്രോസ് ചെയ്താണ് ഈ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ പോകുന്ന സമയമാണ്. ഇവരുടെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു സ്ഥലത്ത് നിലവിലുള്ളത്. കാട് വിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കാരണം ഒരു ജനതയുടെ ആകെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഈ ജനതയുടെ തീരുമാനം. മാങ്കാലയിൽ നിന്ന് പ്രേം ശശിയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.